ദൈവത്തിന് സ്തോത്രം. വേണ്ടുവരുന്നവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യയെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ, സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ആയിരിക്കുവാൻ നമുക്കൊരുക്കപ്പെട്ട നല്ല അവസരത്തിനായി, നല്ല സാവകാശത്തിനായി, ആ ശ്രേഷ്ഠ പദവിക്കായി സന്തോഷിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നന്ദി കർത്താവേ, നല്ല രാജാവേ, ഞങ്ങൾ ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അവൻ്റെ സന്നിധിയിൽ പാടുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ ഈ രണ്ടാമത്തെ സെക്ഷനിലും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ, ഒരുമിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. സ്തുതികളിൽ വസിക്കുന്നവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, സകല മുഴങ്കാലും മടങ്ങുന്നവനെ, സ്വർഗ്ഗലോകത്തിലെ ജീവികൾ പാടി മഹത്വപ്പെടുത്തുന്നവനെ, ഈ വൈകിയ വേളയിലും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ. ഈ നല്ല സമയത്തിനായി, ഈ നല്ല സാവകാശത്തിനായി, നല്ല പദവിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വൈകിയ വേളയിലെ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഒരവസരം കൂടെ നല്ല കർത്താവ് നമുക്കായി ഒരുക്കി തന്നു. ആമേൻ. നമ്മുടെ ദൈവം എത്ര വലിയവൻ. ഞാൻ ഇതിനകത്ത് പാട്ടുകൾ കേട്ട് സ്തോത്രം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയായിരിക്കുമ്പോൾ ആലോചിച്ചതാണ്, പണ്ട് പള്ളിയിൽ പോകുന്ന സമയത്ത് ആമേൻ സ്തോത്രം ആരാധന തീരാറായി ആശീർവാദം പറയുന്നതിന് മുമ്പ് അവിടെ എത്തണം, ഞാൻ എത്തണതും ആശീർവാദം പറയണം. ഇത് ആഗ്രഹിച്ചാണ്, പ്രതീക്ഷിച്ചാണ് പോകുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം അടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുവാൻ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ദൈവം എത്ര വലിയവനാ. ആമേൻ. ഹല്ലേലൂയ. കൊതിതീരെ ആരാധിക്കുവാൻ, കൊതിതീരെ ദൈവത്തെ സ്തുതിക്കുവാൻ, കൊതിതീരെ കർത്താവിന് മഹത്വം കൊടുത്തുവാൻ നമുക്ക് അവസരം നൽകിയ നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകലിലും സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൻ്റെ സന്നിധിയിൽ സ്തുതിക്കുവാൻ സ്തോത്രം അവസരം ലഭിച്ചവർ കൊതിതീരെ സ്തുതിക്കുവാൻ, മതിവരവോളം സ്തുതിക്കുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞങ്ങളൊക്കെ പിന്നെയും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിധത്തിൽ സന്തോഷിച്ചായിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷൻ കൂടെ വേണം. ആമേൻ സ്തോത്രം. ഒരു അർദ്ധരാത്രിയിൽ പണ്ടൊക്കെ വെള്ളമടിച്ച് ബോധമില്ലാതെ പാതിരാത്രിയിൽ വീട്ടിൽ പോയി കയറുന്നത് പോലെ ആരാധിച്ച് തളർന്ന് ക്ഷീണിച്ച് ശബ്ദമൊക്കെ അടഞ്ഞ് തിരികെ വീട്ടിലെത്തണം. ആമേൻ. ഹല്ലേലൂയ. ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരു ശത്രുവിനും കഴിയത്തേയില്ല. സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരു ശത്രു ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരു പിശാചിനും കഴിയത്തേ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പല ഇടങ്ങളിലൂടെ എന്നെ സഞ്ചരിക്കുമാറാക്കി. ആമേൻ. 430 വർഷക്കാലം മിസ്രയീമിൽ അടിമകളായിരുന്ന ദൈവത്തിന്റെ ജനം. ആമേൻ. അവർ ദൈവത്തിന്റെ ജനമാണ്. എപ്പോഴും ഓർമ്മ വേണം, അവർ ആരാണ്? ദൈവത്തിന്റെ ജനമാണ്. ആബ്രഹാമിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ്. ആബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അവർ ദൈവത്തിന്റെ ജനമാണ്. ആമേൻ. സ്തോത്രം. ഓരോ കഷ്ടതയുടെ മധ്യത്തിലും, ഓരോ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്ക് മധ്യത്തിലും, ഓരോ ദുഃഖങ്ങളും നിരാശകളും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവരുടെ ഉള്ളം തേങ്ങിയത് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം. യേശുവേ, എനിക്കൊന്ന് ആരാധിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്കൊന്ന് സ്തുതിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുമായിരുന്നു. എനിക്ക് എൻ്റെ അപ്പനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് എൻ്റെ അപ്പൻ്റെ സന്നിധിയിലൊന്ന് ആരാധിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുമായിരുന്നു. ഒന്നും രണ്ടുമല്ല, 430 വർഷം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആമേൻ സ്തോത്രം, അവർക്ക് അങ്ങ് ആരാധിച്ചുകൂടെ? അവർക്ക് ആരാധിച്ചാൽ പോരായിരുന്നോ? പറ്റത്തില്ല. 10
10 ദൈവങ്ങൾ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥലമാണ് മിസ്രയീം. 10 ദൈവങ്ങൾ. ആമേൻ. 1 2 10 ദൈവങ്ങൾ, ശക്തന്മാരായ 10 ദൈവങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്രയീമിൽ 10 ദൈവങ്ങൾ ഉണ്ടോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. ദൈവം 10 വാതകളെ അയച്ചു. ദൈവം 10 വാതകളെ അയച്ചു. 10 വാതകളെ അയച്ച് ഫറവോനോടും മിസ്രയീമിലെ സൈന്യത്തോടുമല്ല ദൈവം യുദ്ധം ചെയ്തത്, അവരെ നിലനിർത്തുന്നു എന്ന് അവർ വിശ്വസിച്ച 10 ദൈവങ്ങളോട് ദൈവം യുദ്ധം ചെയ്തു. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദേശത്തിൽ പ്രമുഖർ പലരും ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളെ നിലനിർത്തുന്നത്, ഞങ്ങളെ നടത്തുന്നത്, ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്, അതേ സ്തോത്രം, ഞങ്ങളുടെ മൂഢവിശ്വാസങ്ങളാണ്, ഞങ്ങളുടെ മൂഢനമ്പിക്കകളാണ്, ആമേൻ, ഞങ്ങളുടെ വിഗ്രഹങ്ങളാണ്. എന്നാൽ ദൈവം യുദ്ധം ചെയ്യുവാൻ പോകുന്നു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. 10 ദൈവങ്ങൾ കട്ടയ്ക്ക് നിന്നപ്പോൾ ആമേൻ 10 ബാധകളെ അയച്ചു. ദൈവം ആ 10 പേരോടും യുദ്ധം ചെയ്തു. അതിന് മധ്യത്തിൽ ആരാധിക്കുവാൻ വലിയ പാടാണ്. ഇതിനകത്തായിരിക്കുന്ന ഒരുപാട് പേർ, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, നിങ്ങൾ ഒത്തിരി തവണ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും നല്ലതുപോലെ ഒന്ന് ആരാധിക്കണം, ആരാധിച്ച് തെളിയണം. ആമേൻ. സ്തുതിച്ച് പാടി നൃത്തം ചെയ്തു കൊതി തീരെ ആരാധിക്കണം. ആമേൻ സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ആഗ്രഹത്തിന് കർത്താവ് അറുതി വരുത്തുക, ഇനിയും അറുതി വരുത്തും. ആമേൻ സ്തോത്രം. ഇനിയും ആരാധിക്കുവാനുള്ള അവസരങ്ങളെ കർത്താവ് തരും. കൊതി തീരെ മതി വരുവോളം, കൊതി തീരെ മതി വരുവോളം. യേശുവിൻ നാമത്തിൽ. എന്തിനാന്ന് ചോദിച്ചാൽ, നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തുവാൻ നിന്റെ ആരാധനയെ പ്രതീക്ഷിച്ച് സ്വർഗം വെയിറ്റ് ചെയ്യുക. സാറാബുകളുടെ മധ്യത്തിൽ ആരാധിക്കുന്ന സാറാബുകൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം ഭൂമിയിൽ നിന്നുയരുന്ന നിന്റെ ആരാധനയെ പ്രതീക്ഷിച്ചിരിക്കുക. നീ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നീ സ്തുതിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ കണ്ണുനീരിനും നിന്റെ നിരാശയ്ക്കും വേദനയ്ക്കും എൻ്റെ ദൈവം നിശ്ചയമായും അറുതി വരുത്തുക തന്നെ ചെയ്യും. ദൈവം പ്രതീക്ഷിക്കുക. ആമേൻ സ്തോത്രം. നോക്കൂ, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആമേൻ, നമ്മൾ മുമ്പിൽ കാണുന്ന, നമ്മുടെ മുമ്പിലുള്ള പല കാര്യങ്ങളും കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നാൽ നന്നായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. ആമേൻ. സ്വർഗത്തിൽ എപ്പോഴും ആരാധനയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സ്വർഗത്തിൽ എപ്പോഴും ആരാധനയാണ്. അവിടെ ആരാണ് ആരാധിക്കുന്നത്? അവിടെ സ്തോത്രം സാറാഫുകളാണ് ആരാധിക്കുന്നത്. പഴയ നിയമത്തിലും ആരാധന നിങ്ങൾക്ക് കാണാം, വെളിപ്പാട് പുസ്തകത്തിലും കാണുവാൻ കഴിയും. അർത്ഥം ആദിയോടന്തം അവിടെ ആരാധനയാണ്. ആമേൻ. ആരാധിക്കുന്ന ജീവികൾ 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് പറന്നുകൊണ്ട് ആരാധിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അവർ അങ്ങനെ ആരാധിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ്? ഞങ്ങൾക്കൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടേ ഇരിക്കും. ഞങ്ങൾക്കൊന്നും കാണുകയും വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കുകയും വേണ്ട, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടേ ഇരിക്കും. സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആരാധിക്കുന്നവന് ആദ്യം വരേണ്ട ബോധ്യം അതാണ്. ഞങ്ങൾക്കൊന്നും കാണുകയും വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കുകയും വേണ്ട, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടേ ഇരിക്കും. ആമേൻ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കാണുവാനും കേൾക്കുവാനും തയ്യാറാകാതെ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നീ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത് നിന്നെ മാനിക്കും. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കാണുവാനും കേൾക്കുവാനും തയ്യാറാകാതെ, പലരും പലപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, ഇതൊക്കെ കണ്ടിട്ട്, ഇതൊക്കെ കേട്ടിട്ട്, ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്കെങ്ങനെ ആരാധിക്കുവാൻ കഴിയും? എനിക്കെങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എനിക്കെങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയും? അതുകൊണ്ടാണ് സ്വർഗത്തിലെ ആരാധനയിൽ അവർ കണ്ണൊക്കെ മൂടി സുഖമായിട്ട് ആരാധിച്ചത്. അടയ്ക്കേണ്ടതുപോലെ കണ്ണടയ്ക്ക്, കാതടയ്ക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. നീ ആരാധിക്കുമെങ്കിൽ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം, നിന്നെ കാണിക്കത്തില്ല എന്ന് ശത്രു പറയുന്ന ചിലതിനെ എൻ്റെ ദൈവം നിന്റെ കൺമുമ്പിൽ കൊണ്ട് നിർത്തും. ആമേൻ. നിന്നെ കാണിക്കത്തില്ല എന്ന്, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന്, നീ പ്രാപിക്കത്തിൽ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഇതിന് വേറൊരു സ്തോത്രം. ആമേൻ. നിങ്ങൾ ഒന്നുകൂടെ വിശാലമായിട്ടൊന്ന് ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അവിടേക്ക് വരാം. ഇതിന് വേറൊരു രീതിയിൽ കൂടെ ഇതിനെ ചിന്തിക്കാൻ പറ്റും. ആമേൻ സ്തോത്രം. ഈ ജനം 70 പേരായി മിസ്രയീമിൽ എത്തി. സ്വർഗത്തിൽ ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം. എന്തിനാ? ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പുറത്തു കൊണ്ടുവരണം. ഇവരെപ്പോഴാ ആരാധിക്കുന്നത്? ആമേൻ. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇവരെപ്പോഴാ ആരാധിക്കുന്നത്? ആമേൻ. മിസ്രയീമിൽ വന്നു, പുൽപ്പുറം കണ്ടു, ആടുകളെ മേയ്ക്കുന്നു, ആടുകളെ തീറ്റുന്നു, സംഭരണശാലകൾ പണിയുന്നു, അവിടെ പേരുണ്ട്, പെരുമയുണ്ട്. യോസേഫിന് പേരും പെരുമയും ഒക്കെ കിട്ടി, അങ്ങനെ തടിച്ചു കൊഴുത്ത് വളരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ചിലപ്പോൾ ആരാധിക്കുവാൻ അവർ സമയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലായിരിക്കാം, ആരാധിക്കുവാൻ അവർക്ക് സമയം കിട്ടി കാണത്തില്ല. അപ്പോൾ കുറേ ദിവസം ദൈവം വെയിറ്റ് ചെയ്തു. കഷ്ടത കയറിയിട്ടും, ദുഃഖം കയറിയിട്ടും, കഠിനത വന്നിട്ടും,
വന്നിട്ടും നോ രക്ഷ. ഇവനൊക്കെ ആരാധിക്കുമെന്ന് നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം ദൈവം എന്ത് ചെയ്തു? എല്ലാത്തിനെയും കൂടെ പിടിച്ച് മരുഭൂമിയിൽ കൊണ്ടിട്ടു. നീയൊക്കെ അവിടെ ആരാധിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ചിലതിനൊക്കെ ഈ മരുഭൂമിയിൽ കൊണ്ടിട്ടിരിക്കുക ആരാധിക്കാൻ വേണ്ടി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഒരു മരുഭൂമി വേണമോ? ഈ മരുഭൂമിയിൽ ആരാധിച്ച് പുറത്തു വരുന്നുവോ? ചോദ്യം സ്തോത്രം നിങ്ങളോടാണ്. ആമേൻ. ഇനി ഒരു മരുഭൂമി വേണ്ടെങ്കിൽ ആരാധിക്ക്. മരുഭൂമിയെ നീരോട്ടമുള്ള താഴ്വരയാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകലിലും നിനക്ക് മധ്യത്തിൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ, സ്തോത്രം. ഈ നമുക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ ആരാധിക്കാതിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ആരാധിക്കാതിരിക്കുവാൻ ദൈവം വിടത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയും മതി, കുറച്ച് മതി, ആരാധിച്ചത് കുറച്ച് മതി. പക്ഷേ ദൈവം പറയും പോരാ പോരാ പോരാ, ഇവിടെ ഇതാ കണ്ണും പൂട്ടി കാതും പൂട്ടി കുറേ എണ്ണം കിടന്ന് ആരാധിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെയുമല്ല, നിങ്ങൾ അതുക്കും മേലെയാ. അതുകൊണ്ട് ഇങ്ങനെ ആരാധിച്ചാൽ പോരാ, നിങ്ങൾ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ചാറാവുകളെ പോലെ ആരാധിച്ചാൽ പോരാ, നിങ്ങൾ സ്വർഗീയ ജീവികളെ പോലെ ആരാധിച്ചാൽ പോരാ, 24 മൂപ്പന്മാരെ പോലെ ആരാധിച്ചാൽ പോരാ. നിങ്ങളിൽ നിന്ന് അധികം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അധികം ആരാധന ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അധികം സ്തുതിയും സ്തോത്രവും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. ദൈവം ആരാധനയ്ക്കായി അവസരങ്ങളെ ഒരുക്കുന്നവനത്രേ. ആമേൻ, സ്തോത്രം. എന്തിനാണ്? ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തേയില്ല. മരുഭൂമിയിൽ 40 വർഷം ആരാധിച്ച ജനത്തെ പരാജയപ്പെടുത്തുവാൻ അവർക്കല്ലാതെ മറ്റാർക്കും കഴിഞ്ഞില്ല. ഒന്നും കൂടെ പറയട്ടെ, ആരാധിക്കുന്നവനെ ആർക്കെങ്കിലും പരാജയപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അത് അവന് മാത്രമാണ്. മറ്റാർക്കും ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന ഈ സ്ഥാനത്ത് നിങ്ങൾ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ മുമ്പിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിലേക്കുള്ള വഴി തുറന്നു വരും. മുൻപിൽ ആ വാഗ്ദത്തമുണ്ട്. നീ കേട്ട വാഗ്ദത്തങ്ങളുണ്ട്. പണ്ട് അബ്രഹാം ഹല്ലേലൂയ തുടർന്ന് കഷ്ടതയുടെ മധ്യത്തിൽ അവർ ഓർത്തോർത്തിരുന്നത്, മോശയിലൂടെ കേട്ടത്, അതെ, ആ വാഗ്ദത്തത്തിലേക്ക് മരുഭൂമിയിലെ ആരാധന വഴി തുറന്നു എങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് മുമ്പിൽ വാഗ്ദത്തത്തിലേക്ക് വഴി തുറക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് മുമ്പിൽ വാഗ്ദത്തത്തിലേക്ക് യേശുവിൻ നാമത്തിൽ നിനക്ക് ആരാധിക്കുവാൻ ദൈവം അവസരം തന്നത്, നിനക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തന്നത്, നിനക്ക് കൊതിതീരെ സ്തുതിക്കുവാൻ, നിനക്ക് കൊതിതീരെ പാടുവാൻ, നിനക്ക് കൊതിതീരെ നൃത്തം ചെയ്യുവാൻ, യേശുവിൻ നാമത്തിൽ കൊതിതീരെ പാടുവാൻ, കൊതിതീരെ നൃത്തം ചെയ്യുവാൻ, കൊതിതീരെ ആരാധിക്കുവാൻ നിനക്ക് ദൈവം അവസരം തന്നത് വാഗ്ദത്തത്തിലേക്ക് വഴി തുറക്കുവാൻ വേണ്ടിയാ. വർഷങ്ങളായി കേട്ട വാഗ്ദത്തങ്ങളിലേക്ക് നീ സ്തോത്രം, ഹല്ലേലൂയ, നീ കാത്തിരുന്ന ആ നന്മയിലേക്ക് പ്രവാചകന്മാരെ അയച്ച് സ്തോത്രം, പലരിലൂടെയും നിന്നോട് പറഞ്ഞ ആ വാഗ്ദത്തത്തിലേക്ക് വഴി തുറക്കുവാൻ ഈ മരുഭൂമിയിൽ ദൈവം ആരാധനയ്ക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു. അതേ, ഈ അവസ്ഥയിൽ ഞാൻ എന്തിനാരാധിക്കണം? ഈ അവസ്ഥയിൽ ഞാൻ എന്തിനാണ് ഇനി ആരാധിക്കേണ്ടത്? ഒരുപക്ഷേ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മരുഭൂമിയിൽ കടന്നു വന്ന സമയത്ത് അവർ ചിന്തിച്ചു കാണണം, ഞാൻ എന്തിനാണ് സ്തോത്രം ഈ അവസ്ഥയിൽ ആരാധിക്കേണ്ടത്? അവൻ ഒരുപക്ഷെ സാഹചര്യങ്ങളെ നോക്കി നമ്മളും പലപ്പോഴും പറഞ്ഞേക്കാം, ഇങ്ങനെ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ആമേൻ, സ്തോത്രം. എന്നാൽ കേൾക്കണമേ, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം ഓഫർ ചെയ്യുന്ന ദൈവം അതിനു മുമ്പേ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശയോ, നീ പോയി ഫറവോനോട് പറയുക, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടുതരിക, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടുതരിക, അവരെ ആരാധിപ്പാൻ വിട്ടുതരിക. എന്റെ ദൈവത്തിന് നിന്റെ ആരാധന വേണം, എന്റെ ദൈവത്തിന് നിന്റെ സ്തുതി വേണം, എന്റെ ദൈവത്തിന് നിന്റെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ടാമത്തെ സെക്ഷനിൽ തന്നെ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ ആരാധന കൊടുക്കുവാൻ തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാത്തവർക്കായി മൂന്നാമത്തെ സെക്ഷൻ ദൈവം വേഗത്തിൽ ഒരുക്കി തരും. ആമേൻ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, കൊതിതീരെ ആരാധിക്കുവാൻ, മതി വരുവോളം ആരാധിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അതാ പറഞ്ഞത്. ഈ സ്തോത്രം മനുഷ്യനോടാ പറഞ്ഞത് വാഗ്ദത്തമാണെന്നൊക്കെ. വാഗ്ദത്തമൊക്കെ ഉള്ളതാന്നേ, പക്ഷെ ദൈവത്തിന് ആവശ്യം ആരാധനയാണ്. ആമേൻ. ദൈവത്തിന് ആവശ്യം ആരാധിക്കുന്നവരെയാണ്. ദൈവത്തിന് ആവശ്യം
ആവശ്യം സ്തുതിക്കുന്നവരെയാണ്, ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്നവരെയാണ്. കാരണം പിശാചിനാൽ ബാധിക്കപ്പെട്ട, പിശാചിന്റെ ആധിപത്യത്തിലുള്ള ഈ ലോകത്തിൽ ജയകരമായി മുൻപോട്ട് പോകണമെങ്കിൽ ആരാധിക്കുന്ന ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ, സ്തുതിക്കുന്ന ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയട്ടെ, ആരാധിക്കുന്നവന് മാത്രമേ ഈ ലോകത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ആരാധിക്കുന്നവന് മാത്രമേ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. സ്തുതിക്കുന്നവന് മാത്രമേ ഈ ലോകം കാണുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. ഒത്തിരി പേർ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമേൻ, തളർന്നു പോകുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, തകർന്നു പോകുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഈ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. എങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ, ആരാധിക്കുന്ന ഒരു ഭക്തൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും തളർന്നു പോകാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആരാധിക്കുന്നവൻ, സ്തുതിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, യേശുവിൻ നാമത്തിൽ അവൻ മരുഭൂമി കണ്ട് കുലുങ്ങത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിനറിയാം ഇവർ വാഗ്ദത്തത്തിൽ എത്തിച്ചേരണമെങ്കിൽ 40 വർഷത്തെ ഒരു മരുഭൂമിയുടെ അനുഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് 40 വർഷം ഇവരെ മരുഭൂമിയിലൂടെ നടത്തിയത്? മരുഭൂമി ശുദ്ധീകരണത്തിന്റെ സ്ഥലമാണ്. ആമേൻ. മരുഭൂമി പരീക്ഷണശാലയാണ്. ആമേൻ, ഹല്ലേലൂയ. മരുഭൂമി ശുദ്ധീകരണത്തിന്റെ സ്ഥലമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല, ആരും ദൈവത്തെ കാണുകയില്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ കഴിവ് കൊണ്ട് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല, നമ്മുടെ എന്തെങ്കിലും ക്രെഡിറ്റ് കൊണ്ട് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ശുദ്ധീകരണം ആവശ്യം മാത്രമേ. 430 വർഷം തലമുറകളായി വിഗ്രഹങ്ങളെ സേവിച്ചവർ, തലമുറയായി വിഗ്രഹങ്ങൾക്കൊപ്പം ജീവിതം നടത്തിയവർ, അവർ ദൈവത്തെ കാണണമെങ്കിൽ അവർക്കൊരു ശുദ്ധീകരണം ആവശ്യം. ആമേൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ അത് ശരിയാണോ? ശരിയാണ്, ബൈബിൾ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 30 ലക്ഷം ജനത്തെയും അവരുടെ പ്രതീക്ഷ കാത്തുനിന്ന അഹരോനെയും മിര്യാമിനെയും തേടിപ്പോകാതെ ദൈവം ഒറ്റയ്ക്ക് അലഞ്ഞ, മരുഭൂമിയിൽ അലഞ്ഞ മോശയെ തേടിപ്പോയത്. 40 വർഷം ആമേൻ ആ ലോകത്തിൽ നശിച്ച സ്ഥാനത്തായിരുന്ന മോശെ 40 വർഷം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. ആമേൻ. മരുഭൂമി നിന്നെ ശുദ്ധീകരിക്കും. ചില വരൾച്ചയുടെ അനുഭവങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കും, ചില ഇല്ലായ്മകൾ നിങ്ങളെ ശുദ്ധീകരിക്കും, ചില കഷ്ടതകൾ നിങ്ങളെ ശുദ്ധീകരിക്കും. എങ്ങനെ? ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ. ഹല്ലേലൂയ. ചില ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ, ചില ശൂന്യതയുടെ അനുഭവങ്ങളിൽ ദൈവം ആരാധന ചോദിക്കുന്നത് ദൈവത്തിന് സ്തോത്രം നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, ദൈവത്തിന് നിങ്ങളോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനും വാഗ്ദത്തം പ്രാപിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, മരുഭൂമിയുടെ അനുഭവം ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ആരാധിക്കുവാൻ അവൻ ആ സ്തോത്രം ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വാഗ്ദത്തം മുൻപിലുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി, പതിവിലധികമായി ദൈവത്തെ നിങ്ങൾക്ക് സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ ദിവസങ്ങളിൽ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, 430 വർഷങ്ങളിൽ കേൾവി മാത്രമായിരുന്നത് കൺമുമ്പിൽ നീ കാണുവാൻ പോകുക. സഭയെ, നീണ്ട വർഷങ്ങളായി നിങ്ങൾ സ്തോത്രം കേൾവി മാത്രമായി കേട്ടുകൊണ്ടിരുന്നത്, നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് കൺമുമ്പിലുണ്ട്. നിങ്ങളത് പ്രാപിക്കുവാൻ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ആരാധിക്കുന്നവർ വിരാമം ഇടുവാൻ പോകുക. ആരാധിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ. ഹല്ലേലൂയ. ആരാധിക്കുന്നവനെ, ദൈവത്തെ സ്തുതിക്കുന്നവനെ സന്തോഷത്തോടെ പറയട്ടെ, ഒരു ശത്രുവിനും ഒരു പിശാചിനും തകർക്കുവാൻ കഴിയത്തേ ഇല്ല. ആരാധിക്കുന്നവന് മുൻപിൽ തുറന്നിരിക്കുന്ന വായ്കൾ അടയും. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ആരാധിക്കുന്നവന് മുമ്പിൽ, പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ കടിച്ചു കീറുവാൻ തക്കവണ്ണം തുറന്നിരിക്കുന്ന വായ്കൾ നിശ്ചയമായും അടയുക തന്നെ ചെയ്യും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, ദാനിയേൽ പതിവ് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയി അവൻ പ്രാർത്ഥിച്ചു. ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിച്ചു. വായ് തുറന്നിരുന്ന സിംഹം വായടച്ചു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ
തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നവനെ, ആരാധിക്കുവാൻ മടിയില്ലാത്തവനെ, ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാൻ മതിയില്ലാത്തവനെ തകർക്കുവാൻ ഒരു സിംഹത്തിനും ഒരു അണലിക്കും ഒരു ക്ഷുദ്രജീവിക്കും, ഓ യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സിംഹത്തിനും ഒരു അണലിക്കും ഒരു ക്ഷുദ്രജീവിക്കും കഴിയത്തേയില്ല ആരാധിക്കുന്ന നിന്നെ. യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് ഭക്തൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദാനിയേൽ തിരിച്ചറിഞ്ഞത് എന്നെ കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം. രണ്ട് വിഭാഗം. ഒരു വിഭാഗം ആരാണ്? ദാനിയേൽ മാത്രം അടങ്ങുന്ന ഒരു വിഭാഗം. പുറത്തൊരു വിഭാഗമുണ്ട്. രാജാവ് അവിടെയുണ്ട്, അവിടെ തോഴന്മാരുണ്ട്, പടയാളികളുണ്ട്, ദാനിയേലിന് വിരോധമായി നിന്ന വ്യക്തികളുണ്ട്. ഒരു സമൂഹം മുഴുവനുമുണ്ട്, രാജധാനി മുഴുവനുമുണ്ട്. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? സിംഹം ദാനിയേലിനെ തിന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. അവർ വിചാരിക്കുന്നത് എന്താ? സിംഹം ദാനിയേലിനെ തിന്നുകൊണ്ടേയിരിക്കുന്നു. സിംഹക്കുഴിക്കകത്തായിരിക്കുന്ന ദാനിയേൽ വിചാരിക്കുന്നത് എന്താ? എന്തുകൊണ്ടാ ഈ സിംഹം എന്നെ തിന്നാതെ ഇരിക്കുന്നത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അത് തിരിച്ചറിയുവാൻ കഴിയും. എന്തുകൊണ്ട് ഈ പ്രശ്നം എന്നെ തീർത്ത് കളയുന്നില്ല? എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഇപ്പോഴും എന്നെ തീർത്ത് കളയുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ എനിക്ക് ജീവനോട് ഇരിക്കുവാൻ കഴിയുന്നു? ഉത്തരം, നീ ആരാധിക്കുന്നവനാണ്. ഉത്തരം, നീ ആരാധിക്കുന്നവളാണ്. നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാണ്. നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിന്നെ തകർക്കുവാൻ ഒരു ക്ഷുദ്ര ജീവിക്കും കഴിയത്തേ ഇല്ല. ഓ സ്തോത്രം, ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നവനെ, ദൈവത്തെ സ്തുതിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശത്രുവിനും കഴിയത്തേ ഇല്ല. ആരാധിക്കുന്നവന് മുമ്പിൽ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ വീഴുമെന്ന് സ്തോത്രം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ, സ്തോത്രം. അവരോട് ദൈവം പറഞ്ഞത് കല്ലെടുക്കുവാനല്ല, അവരോട് ദൈവം പറഞ്ഞത് മൂർച്ചയേറിയ ആയുധങ്ങൾ ഉണ്ടാക്കുവാനല്ല, അവരോട് ദൈവം പറഞ്ഞത് ആമേൻ ആയുധം ശേഖരിക്കുവാനല്ല, പിന്നെയോ വായ് തുറന്ന് സ്തുതിക്കുവാൻ. ഇന്ന് ഈ സ്തോത്രം ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നോട് ദൈവത്തിന് പറയുവാനുള്ളതും അത് തന്നെ. ആമേൻ. ആയുധം എടുക്കുവാൻ പോകേണ്ട, മൂർച്ചയുള്ളത് തേടി പോകേണ്ട, ശക്തിയുള്ളത് തേടി പോകേണ്ട. ഏറ്റവും ശക്തമായ ആയുധം നിന്നൊക്കൊപ്പമുണ്ട്. ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങ്. നീ നാവ് തുറന്ന് അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിനക്ക് മുമ്പിലുള്ള ശത്രു പരാജയപ്പെടും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കേട്ട് സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രു എത്ര പ്രബലനെങ്കിലും, ശത്രു എത്ര ശക്തനെങ്കിലും, ആമേൻ, നീ സ്തുതിക്കുമെങ്കിൽ, നീ ആരാധിക്കുമെങ്കിൽ, സാഹചര്യം നോക്കാതെ, അവസ്ഥ നോക്കാതെ നീ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും കെട്ടി ഉയർത്തിയിരിക്കുന്ന മതിലുകൾ വീഴും. ആമേൻ, ഹല്ലേലൂയ. ആ മതിലിന് നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. ആ മതിലിന് നിന്നെ ഭവനത്തിനകത്ത് ഒതുക്കുവാൻ കഴിയത്തില്ല. ആ മതിലിന് നിന്റെ തലമുറകളെ പുറത്തു വരാതെ അടച്ചുറപ്പിക്കുവാൻ കഴിയത്തില്ല. ആ മതിലിന് അവരുടെ ജീവിതത്തിൽ ഒരു എൻഡ് കാണിക്കുവാൻ കഴിയത്തില്ല. ആ മതിലിന് അവരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുവാൻ കഴിയത്തില്ല. കാരണം നീ ആരാധിക്കുന്നവളായതുകൊണ്ട്, നീ ആരാധിക്കുന്നവനായതുകൊണ്ട്, നീ സ്തുതിക്കുന്നവനായതുകൊണ്ട് ആ മതിൽ വീഴുക തന്നെ ചെയ്യും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ മതിൽ വീഴുക. വിരോധമായി കെട്ടി ഉയർത്തിയ മതിൽ, ആത്മീയ ജീവിതത്തിന് വിരോധമായി, പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി, ശുശ്രൂഷയ്ക്ക് വിരോധമായി, തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പിശാച് മനുഷ്യനും കെട്ടി ഉയർത്തിയ ചില യേശുവിൻ നാമത്തിൽ പുറത്തു വിടത്തില്ല എന്ന് വാദിച്ചു നിൽപ്പുണ്ട്. പുറത്തു വിടത്തില്ല. ചില സ്ഥാനങ്ങളിൽ ഒതുക്കം, ചില ഇടങ്ങളിൽ ഒതുക്കം, ചില ഇടങ്ങളിൽ ഒടുക്കം. ഇതുവരെ മതി, ഇതിനപ്പുറം വേണ്ട, ഇതിനപ്പുറം വേണ്ട. ഓ സ്തോത്രം, ആമേൻ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളോടുമുള്ള ദൂത നീ പലവരും കേട്ടിട്ടുള്ളതാ. ഇത്രയുമൊക്കെ മതി, കൂടുതൽ വേണ്ട, ഇത്രയുമൊക്കെ മതി. ആമേൻ, സ്തോത്രം. പള്ളിയിൽ പൊയ്ക്കോ, അത് മതി. കൂടുതൽ വേണ്ട, കൂടുതൽ ബഹളം വേണ്ട, കൂടുതൽ ആരാധന വേണ്ട. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവരുടെ മുമ്പിൽ ഓ സ്തോത്രം പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വാക്ക് കൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ ഇതിന്റെ സ്തുതിയും സ്തോത്രവും തകർത്ത് നീ പുറത്തു വന്ന് വാക്തത്വത്തെ കൈവശമാക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ചിലർ വാക്കുകൊണ്ട് കെട്ടി ഉയർത്തിയ മതിൽ, ചിലർ വാക്കുകൊണ്ട് നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ മതിൽ. സഹോദര, വാക്കുകൊണ്ട് നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ മതിൽ. സഹോദരി, വാക്കുകൊണ്ട് നിനക്ക് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി അവരിൽ നിന്ന് നല്ലത് പുറത്തു വരരുത്, അവരിൽ നിന്ന് ശുശ്രൂഷ
ശുശ്രൂഷ പുറത്തു വരരുത്. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടരുത്. നിന്റെ തലമുറകളെ കെട്ടി ഒതുക്കുക. അവരിലൂടെ കർത്താവിന്റെ നാമം ഉയരുമെന്ന് കണ്ട്, അവരിലൂടെ കർത്താവിന്റെ നാമം ഉയരുമെന്ന് കണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ ഒതുക്കി. അന്യാരാധനകളിലൂടെ, എതിർ പ്രാർത്ഥനകളിലൂടെ, ഇന്ന് പ്രാർത്ഥിച്ച മതിലിനെ തകർക്ക്, ഇന്ന് സ്തുതിച്ച മതിലിനെ തകർക്ക്. നിന്റെ തലമുറകൾ പുറത്തു വരും. ഈ കാലഘട്ടം കണ്ട ശ്രേഷ്ഠന്മാരുടെ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം, എന്റെ അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ ആ മതിൽ ഇന്ന് സ്തുതിയുടെ സ്തോത്രത്തിന് മധ്യേ തകരും. Hallelujah. Thank you Lord. Thank you Jesus. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ. ഓ സ്തോത്രം, നീ പുറത്തു വരരുതെന്ന്. ഓ റീധാരേ, അങ്ങനെ സ്തോത്രം, എൻ്റെ പാരമ്പര്യം വിട്ട്, അങ്ങനെ ഞങ്ങളുടെ പാരമ്പര്യം വിട്ട്, കുടുംബത്തിന്റെ പാരമ്പര്യം വിട്ട് നീ പുറത്തു പോകരുതെന്ന് കെട്ടി ഒതുക്കിയ ചില കെട്ടുകൾ യേശുവിൻ നാമത്തിൽ, ചില മതിലുകളെ കർത്താവ് പൊളിക്കുക. ആമേൻ. തടസ്സമായി കെട്ടി ഉയർത്തിയ ചില മതിലുകളെ പ്രാർത്ഥിക്ക്. ആ പാരമ്പര്യത്തിന്റെ മതിൽ ഇന്ന് തകരും. സ്തുതിക്ക്. ആരാധിക്കുന്ന നിനക്ക് മുമ്പിൽ, സ്തുതിക്കുന്ന നിനക്ക്, ഓ യെസ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ആരാധിക്കുന്ന നിനക്ക് മുമ്പിൽ, സ്തുതിക്കുന്ന നിനക്ക് മുമ്പിൽ ആ മതിൽ തകരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ പകലും എനിക്കറിയത്തില്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ചില മതിലുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട ചില മതിലുകൾ, വാഗ്ദത്തത്തിലേക്ക് എത്തപ്പെടുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ, ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ, ശക്തി ജനത്തിലൂടെ ദേശം തിരിച്ചറിയുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെടുന്ന മതിലുകൾ സ്വർഗത്തിലിരുന്ന് ദൈവം കാണുകയാണ്. ആമേൻ. ഈ ജനം മിസ്രയീമിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. കേൾക്കണമേ ദൂത. ആമേൻ. ഈ ജനം മിസ്രയീമിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. ആമേൻ. സ്തോത്രം. ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന്, ആ ദൈവത്തിനെ എങ്ങനെ ആരാധിക്കണം, ആ ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ 10 ദൈവങ്ങൾക്കിടയിൽ പെട്ടുകിടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തീരുമാനിച്ചു, മോശെ അയച്ച് ഇവരെ പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഇവരെ കൊതിതീരെ ആരാധിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ചില മരുഭൂമികൾ നിന്റെ ആരാധന ഉയർത്തും. ആമേൻ. ചില മരുഭൂമികളിൽ നീ ഇതുവരെ ആരാധിച്ചിട്ടില്ലാത്തതുപോലെ ആരാധിക്കും, നീ ഇതുവരെ സ്തുതിച്ചിട്ടില്ലാത്തതുപോലെ സ്തുതിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ആരാധിക്ക്. വലിപ്പ ചെറുപ്പം നോക്കാതെ ആരാധിക്ക്. ആരാധിക്കുന്ന നിന്നെ ശത്രു പരാജയപ്പെടുത്തത്തില്ല. ആരാധിക്കുന്ന നിന്റെ തലമുറകളെ ശത്രു പരാജയപ്പെടുത്തത്തില്ല. സ്തുതിക്കുന്ന നിന്നെ ശത്രു നശിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മുൻപിലുള്ള മതിലുകളെ എൻ്റെ ദൈവം തകർക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തുതിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ആരാധിക്കുവാൻ കൊതിയുള്ളവരെ പരാജയപ്പെടുത്തുവാൻ ഒരു ദുഷ്ട ശക്തിക്കും കഴിയത്തേയില്ല. ഒരു ആഭിചാരകനും കഴിയത്തില്ല, ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല, ഒരു ക്ഷുദ്ര പ്രയോഗകനും കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. കേൾക്കണമേ, ഒരു പാരമ്പര്യത്തിനും കഴിയത്തില്ല. ഇതിനകത്ത് തന്നെ ജീവിക്കുന്ന തെളിവുകളുണ്ട്. ആമേൻ. നിങ്ങളിൽ പലരും അതിന് സാക്ഷ്യങ്ങളാണ്. ആമേൻ. സ്തോത്രം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് അംബ്ലിസിന്റെ കാര്യമാണ്. കാരണം അംബ്ലിസിസ് പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ആ സ്തോത്രം, ഞങ്ങൾ പലപ്പോഴും അവിടെ ഉപവാസം വയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ മടിയാ. കാരണം ആമേൻ, പ്രിയ സഹോദരി, ഒന്നുമില്ലായ്മയുടെ മധ്യത്തിലും ആമേൻ സ്തോത്ര കാഴ്ചയുമായി ആഹാരവും ക്രമീകരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ഇത്രയും ഞെരുക്കത്തിന് മധ്യത്തിൽ അവരെന്തിനാണ് ഇങ്ങനെ ചിലവഴിക്കുന്നത്, അവരെന്തിനാണ് ചിലവഴിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് പറഞ്ഞു തരുവാൻ കഴിയത്തില്ല. എന്തിനാണ് പോയതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ ദൈവം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ആരാധന, ആരാധന, സ്തുതി, സ്തോത്രം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ലോകം അസാധ്യമെന്ന് പറയുന്ന ചില മതിലുകളെ തകർക്കുവാൻ. ഓ റാധാന ശാഖാരതരെ ഷന്താരകന യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഏത് മന്ത്രവാദി കെട്ടിയ മതിലും, ഏത് ക്ഷുദ്ര പ്രയോഗകൻ കെട്ടിയ മതിലും, ഏത് ആവിചാരകൻ കെട്ടിയ മതിലും, ഓ റീധാര ശാഖ, നീ പുറത്തു വന്ന് ആരാധിക്കുമെങ്കിൽ ആ മതിൽ തകരും. യെസ് റാധാന ശാഖ രതരെ ഷന്താരകന ധീപരബൗഡ ഷന്ധോരകന യേശുവിൻ നാമത്തിൽ തകരേണ്ട മതിലുകളുണ്ട്, തകരേണ്ട മതിലുകളുണ്ട്, തകരേണ്ട മതിലുകളുണ്ട്. യേശുവിൻ നാമത്തിൽ ആരാധിക്ക്. ഇന്ന് പകലിൽ കർത്താവ് അവസരം ഒരുക്കിയത്. ആമേൻ. ഓ റിധാര ശാഖ രതരെ ഷന്ധാരകന ചില മതിലുകൾ തകരുവാൻ വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയട്ടെ, കർത്താവ് വെയിറ്റ് ചെയ്യുക. ഓ സ്തോത്രം. കർത്താവ് വെയിറ്റ് ചെയ്യുക. അവൻ പ്രതീക്ഷിക്കുന്ന ഒരു ആരാധന, സാറാവുകൾ ഞെട്ടിപ്പോകുന്ന ഒരു ആരാധന. ഓ സ്തോത്രം. ആമേൻ.
ഹല്ലേലൂയ. സാറാവുകൾ ഞെട്ടിപ്പോകുന്ന ഒരു ആരാധനയ്ക്കായിട്ട് ദൈവം വെയിറ്റ് ചെയ്യുക. ആമേൻ, സ്തോത്രം. ജനം പതിവിൽ നിന്ന് വ്യത്യസ്തമായി എവിടെയൊക്കെ ആരാധിച്ചുവോ, എവിടെയൊക്കെ സ്തുതിച്ചുവോ, അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നത് അതുകൊണ്ടാണ്. ആമേൻ, സ്തോത്രം. സാറാവുകൾ പോലും ഞെട്ടിപ്പോകുന്ന ആരാധന, സാറാവുകൾ പോലും ഞെട്ടിപ്പോകുന്ന സ്തുതി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. കാരാഗ്രഹത്തിൽ കയ്യാമം വയ്ക്കപ്പെട്ട് വിവസ്ത്രരായി അടികൊണ്ട് തിണർത്ത ശരീരത്തോടെ, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, വെള്ളമില്ലാതെ. ശ്രദ്ധിക്കണമേ, അതവിടെ തന്നെ ഉണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. വെള്ളമില്ലാതെ, ആമേൻ, കയ്യിൽ ആമം വയ്ക്കപ്പെട്ട് കാലിൽ ചങ്ങല വീണവരായി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഇരുന്നു. ആമേൻ, സ്തോത്രം. അവർ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഭാവനയിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവർ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം സാറാവുകളോട് പറഞ്ഞു, സാറാവുകളെ നിർത്ത്, നിങ്ങൾ കണ്ണു തുറന്നു നോക്ക് ഭൂമിയിലേക്ക്. നിങ്ങളെപ്പോലെ സ്തോത്രം ചിറക് വീശുവാൻ സ്വാതന്ത്ര്യമില്ല, നിങ്ങളെപ്പോലെ പറന്നു നിൽക്കുവാൻ അവസരമില്ല. എന്നിട്ടും എന്റെ ഭക്തന്മാർ അതാ എന്നെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അവരെന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ കാരാഗ്രഹത്തിന് ഇനി നിലനിൽപ്പില്ല. ദൂതന്മാർക്ക് പോലും അസൂയ തോന്നും വിധത്തിൽ കാരാഗ്രഹത്തിനകത്ത് സ്തുതി ഉയർന്നപ്പോൾ, കാരാഗ്രഹത്തിനകത്ത് സ്തോത്രം ഉയർന്നപ്പോൾ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകിയെങ്കിൽ ഇന്ന് പകലിൽ എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ചില കാരാഗ്രഹങ്ങൾക്ക് ഇനി നിങ്ങളെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തേയില്ല. ചില കയ്യാമങ്ങൾക്ക് നിങ്ങളെ തളർത്തുവാൻ കഴിയത്തില്ല. ചില ആമങ്ങൾക്ക് നിങ്ങളെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ചില നിന്ദയ്ക്ക് നിങ്ങളെ തളച്ചിടുവാൻ കഴിയത്തില്ല. ചില അപമാനത്തിന് നിങ്ങളെ ഒതുക്കി കൂട്ടുവാൻ കഴിയത്തില്ല. ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, ഹല്ലേലൂയ, സാറാവുകൾ പോലും അതിശയിച്ചു പോകുന്ന ഒരു ആരാധന, സ്വർഗം ഞെട്ടി വിറച്ച ഒരു ആരാധന. സ്തോത്രം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അയച്ചതാ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നേ, കർത്താവ് അയച്ചതാ പൗലോസിനെ ശീലാസിനെ. എന്തിനാ? യൂറോപ്പിൽ സുവിശേഷം പറയുവാൻ, യൂറോപ്പ് കീഴടക്കുവാൻ, യൂറോപ്പ് കീഴടക്കുവാൻ. സ്തോത്രം. ആമേൻ, സ്തോത്രം. കാൽ വെച്ചത് യൂറോപ്പിലേക്ക് കാൽ വെച്ചു. ആമേൻ, സ്തോത്രം. കയ്യാമം വീണു. യൂറോപ്പിലേക്ക് കാൽ വെച്ചു, കാലിൽ ചങ്ങല വീണു. യൂറോപ്പിലേക്ക് കാൽ വെച്ചു. ആമേൻ, സ്തോത്രം. കാരാഗ്രഹത്തിന് അകത്തായി. യൂറോപ്പിലേക്ക് കാൽ വെച്ചു, നിന്ന വന്നു. യൂറോപ്പിലേക്ക് കാൽ വെച്ചു, വിവസ്ത്രരായി തീർന്നു. യൂറോപ്പിലേക്ക് കാൽ വെച്ചു, ഭക്ഷണമില്ലാത്തതായി തീർന്നു. കേൾക്കണമേ, സ്തോത്രം. അയച്ച ദൈവം, സ്തോത്രം, യൂറോപ്പിലേക്ക് കാൽ വയ്ക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചൊരു സാധനമുണ്ട്, ആരാധന. പ്രതീക്ഷിച്ചൊരു സാധനമുണ്ട്, സ്തുതിയും സ്തോത്രവും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ യാത്രകൾ അനുഗ്രഹമായി തീരണമെങ്കിൽ, നിന്റെ യാത്രകൾ വിജയകരമായി തീരണമെങ്കിൽ, ചിലത് നിനക്ക് മുമ്പ് കീഴ്പ്പെടണമെങ്കിൽ, നീ ലക്ഷ്യം വച്ചിറങ്ങിയത്. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ആമേൻ, ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ലക്ഷ്യമുണ്ട്. നിന്റെ ലക്ഷ്യത്തിനൊരു പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ സാറാവുകൾ ലജ്ജിക്കും വിധത്തിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. സ്വർഗം അതിശയിക്കും വിധത്തിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുമാറാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിക്ക്. പട്ടണങ്ങൾ കീഴ്പ്പെടുക, ദേശങ്ങൾ കീഴ്പ്പെടുക, കുടുംബങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം, യേശുവിൻ നാമത്തിൽ കുടുംബങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കുടുംബങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം, പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ, വ്യക്തികളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ ശക്തി, ഒരു അഭിഷേകത്തിന്റെ ശക്തി. കാരാഗ്രഹത്തിനകത്ത്, കാരാഗ്രഹത്തിനകത്ത് അടികൊണ്ടവന്റെ ശക്തിയല്ല, നഗ്നനാക്കപ്പെട്ടവന്റെ ശക്തിയല്ല, അപമാനിക്കപ്പെട്ടവന്റെ ശക്തിയല്ല, നിന്ദിക്കപ്പെട്ടവന്റെ ശക്തിയല്ല, ഓടി ഒളിക്കുന്നവന്റെ ശക്തിയല്ല. ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകത്തിന്റെ പുത്തൻ ശക്തി ഇന്ന് ഈ മധ്യാഹ്നം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചലിക്കുക. ശക്തി സ്തോത്രം പ്രാപിച്ചാട്ടെ. Hallelujah. Thank you, Lord. Hallelujah.
ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. സ്തുതിക്കുവാൻ വേണ്ടി കർത്താവ് നിനക്ക് അവസരം തരിക. ആമേൻ. സ്തോത്രം. ഓ സ്തോത്രം. ആമേൻ, ആമേൻ. നിന്റെ ആഗ്രഹമാകാം. ആമേൻ. സ്തോത്രം. അത് നിന്റെ പരിമിതിയായിരിക്കാം. ഓ സ്തോത്രം. സ്വർഗം പറയുക, സാറാവുകൾ ലജ്ജിക്കും വിധത്തിലൊരു എനിക്കൊരു ആരാധന വേണം. സാറാവുകൾ നാണിക്കും വിധത്തിലൊരു ആരാധന വേണം. സാറാവുകൾ ഞെട്ടിത്തിരിക്കും വിധത്തിൽ എനിക്കൊരു ആരാധന വേണം. ആമേൻ. കാരാഗ്രഹത്തിൽ നിന്ന് ഉയർന്ന ഒരു ആരാധന യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ഹല്ലേലൂയ. കൊട്ടി ഉയർത്തപ്പെട്ട് അടച്ചുറപ്പിക്കപ്പെട്ട ഓ മതിലിന് മുമ്പിൽ നിന്നുയർന്ന ആരാധന, വരൾച്ചയുടെ, കഠിനതയുടെ, കഷ്ടതയുടെ മരുഭൂമിയിൽ നിന്നുയർന്ന ആരാധന. എൻ്റെ ദൈവത്തിന് ആരാധന വേണം. ആരാധന പ്രിയൻ, ആരാധന വേണം. നിന്റെ വാഗ്ദത്തത്തിലേക്ക് വഴി തുറക്കപ്പെടുവാൻ, മുൻപിൽ തടസ്സമായി നിൽക്കുന്ന മതിലുകൾ ഇടിഞ്ഞു വീഴുവാൻ, കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ ഇളകുവാൻ, അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാൻ, വാതിലുകൾ തുറക്കുവാൻ ആരാധന വേണം. ഓ റീദാരാധന ശഖ ഹൃദയ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോർഗന. ഈ പകലും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആരാധന. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു ആരാധന പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ സ്തോത്രം. കർത്താവ് ഒരു ആരാധന പ്രതീക്ഷിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ആരും യാദൃശ്ചികമായിരിക്കുന്നതല്ല. നിങ്ങളുടെ പ്രാർത്ഥനയാ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള പ്രാർത്ഥനയാ. ആമേൻ. സ്തോത്രം. നിങ്ങൾ ആദ്യമായിട്ടല്ല ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനകത്തായിരിക്കുന്ന കുഞ്ഞു മുതൽ വലിയവർ വരെ ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി പലരിലൂടെ ആലോചനയായി കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്ന്, കർത്താവിന്റെ നാമത്തിൽ ഓ സ്തോത്രം കോട്ടകൊത്തളങ്ങളെ തകർക്കുമെന്ന്, കർത്താവിന്റെ നാമത്തിൽ പട്ടണങ്ങളെ പിടിക്കുമെന്ന്, കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന്, കർത്താവിന്റെ നാമത്തിൽ ബന്ധനങ്ങളെ അഴിക്കുമെന്ന്, കർത്താവിന്റെ നാമത്തിൽ കെട്ടുകളെ പൊട്ടിക്കുമെന്ന്, കർത്താവിന്റെ നാമത്തിൽ വലിയതും ശ്രേഷ്ഠകരവുമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ കേട്ടതാണ്. നിങ്ങൾ കേട്ടതാണ്. നിങ്ങൾ മറന്നുപോയിരിക്കാം. ശത്രു നിങ്ങളെ മറന്നു കളയുന്നവരാക്കിയിരിക്കാം. മറക്കാത്ത ദൈവം ആരാധിക്കുവാൻ പുറത്തു കൊണ്ടുവന്നിരിക്കുക. ആരാധിക്ക്. നിനക്ക് മുമ്പിൽ പട്ടണം പിടിക്കപ്പെടുവാൻ പോകുക. നിനക്ക് മുമ്പിൽ കുടുംബങ്ങൾ പിടിക്കപ്പെടുവാൻ പോകുക. നീ അറച്ചു നിൽക്കുന്ന ചില ഭവനങ്ങൾക്കകത്തേക്ക്, അറച്ചു നിൽക്കുന്ന ചില വ്യക്തികളുടെ അടുക്കലേക്ക് ഒരു മടിയ, ആമേൻ സ്തോത്രം, ആവശ്യക്കാരാ. അവർക്ക് എൻ്റെ യേശുവിലൂടെ ഓ സ്തോത്രം ഒരു വിടുതൽ വേണം. നിനക്കതറിയാം. പക്ഷെ മടിച്ചു നിൽക്കുക. എങ്ങനെ പോണം? പോണമോ പോണ്ടയോ? ആമേൻ. യേശുവിൻ നാമത്തിൽ ചില ഭവനങ്ങളുടെ വാതിൽ തുറന്ന് നിന്നെ അവിടേക്ക് അയക്കുക. യേശുവിൻ നാമത്തിൽ. യെസ്, യേശുവിൻ നാമത്തിൽ. ചില ഭവനങ്ങൾക്കകത്തേക്ക്, ചില ഭവനങ്ങൾക്കകത്തേക്ക് കാരാഗ്രഹത്തിൽ നിന്ന് യൂറോപ്പിന്റെ സമൃദ്ധിയിലേക്ക്. യെസ്. കാരാഗ്രഹത്തിൽ നിന്ന് യൂറോപ്പിന്റെ സമൃദ്ധിയിലേക്ക്, കാരാഗ്രഹത്തിൽ നിന്ന് യൂറോപ്പിന്റെ സമൃദ്ധിയിലേക്ക്. യേശുവിൻ നാമത്തിൽ. കാരാഗ്രഹത്തിൽ നിന്ന് യൂറോപ്പിന്റെ സമൃദ്ധിയിലേക്ക്. ആമേൻ. യേശുവിൻ നാമത്തിൽ. ചില ഭവനങ്ങളിലേക്ക്, ചില ഭവനങ്ങളിലേക്ക് ചില വ്യക്തികളെ കർത്താവ് അയക്കുക. യെസ്. ഹല്ലേലൂയ. ഓ റീദാരാധന ശഖാരധരേ ശന്ധാർഗന. ഓ സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനെ അയച്ച ദൈവം. ഓ റാധി ശഖാരധരേ. ജാതികളുടെ ഇടയിലേക്ക് ഞാൻ അശുദ്ധമായതിനെ എങ്ങനെ ഭക്ഷിക്കുമെന്ന് ചോദിച്ചവനെ അവർ എനിക്ക് അശുദ്ധമല്ല എന്ന് പറഞ്ഞ് അയച്ച ദൈവം. ആമേൻ. സ്തോത്രം. ഓ റാധിയ ശഖ. അശുദ്ധി നിങ്ങളുടെ കണ്ണിലാ. എൻ്റെ ദൈവത്തിന് അവർ അശുദ്ധരല്ല. കർത്താവിന് അവരെ ശുദ്ധരാക്കുവാൻ ആവശ്യമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചില ഭവനങ്ങളിലേക്ക്, ചില വ്യക്തികളുടെ അടുക്കലേക്ക്, യെസ് യേശുവിൻ നാമത്തിൽ ഈ പകലിൽ ഒരു അഭിഷേകത്തെ, യെസ് റാഥാന ശഖ, ചില വ്യക്തികളുടെ അടുക്കലേക്ക്, ചില മടിച്ചു നിൽക്കുന്ന അവസ്ഥ മാറി ചില വ്യക്തികളുടെ അടുക്കലേക്ക് കടന്നു പോകുന്ന ഒരു അഭിഷേകം. പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഞാൻ പോകുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടണം. ഞാൻ പോകുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടുക. യെസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. നിനക്ക് മുമ്പിൽ ചില വാതിലുകൾ തുറക്കപ്പെടുക. നിനക്ക് മുമ്പിൽ ചില വാതിലുകൾ തുറക്കപ്പെടുക. നീ വർഷങ്ങളായി കണ്ട പലർക്കും ചെയ്യുവാൻ കഴിയാത്തൊരു ശുശ്രൂഷ, നീ വർഷങ്ങളായി കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഇന്ന് പകലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്ക്. അനേകർ ശക്തന്മാർ, പ്രഗത്ഭന്മാർ പരാജയപ്പെട്ടിടത്ത് കർത്താവ് നിന്നെ വിജയിപ്പിക്കുവാൻ. ഓ യെസ്. യേശുവിൻ നാമത്തിൽ ഭക്തന്മാർ, ശക്തന്മാർ, പ്രഗത്ഭന്മാർ പരാജയപ്പെട്ടിടത്ത്
പരാജയപ്പെട്ടിടത്ത് ഇടറി വീഴുന്നവരുടെ മധ്യത്തിൽ, യൗവനക്കാരുടെ മധ്യത്തിൽ ശക്തന്മാർ ഇടറി വീഴുമ്പോൾ, യൗവനക്കാർ തളർന്നു വീഴുമ്പോൾ, ബലം നശിച്ചവർ ഓടുകയും ചാടുകയും പറക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത പ്രവൃത്തി യേശുവിൻ നാമത്തിൽ ശക്തന്മാർക്ക് കഴിയാത്തത്, ആൾബലമുള്ളവർക്ക് കഴിയാത്തത്, പേരുള്ളവർക്ക് കഴിയാത്തത് ഇതിനകത്തായിരിക്കുന്ന നിങ്ങളിലൂടെ യേശുവിൻ നാമത്തിൽ സ്തോത്രം. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ചില ആഴ്ചകളായി പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. നിന്നെ അടങ്ങിയിരിക്കുവാൻ അനുവദിക്കത്തില്ല, നിന്നെ മിണ്ടാതിരിക്കുവാൻ അനുവദിക്കത്തില്ല, നിന്നെ ഒതുങ്ങിക്കൂടുവാൻ അനുവദിക്കത്തില്ല. നിന്നിലൂടെ മതിലുകൾ വീഴും, നിന്നിലൂടെ വാതിലുകൾ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. നിന്നിലൂടെ പട്ടണങ്ങൾ പിടിക്കപ്പെടും. സ്തോത്രം. കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത, ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത ശുശ്രൂഷയിലേക്ക്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഭവത്തിലേക്ക് സ്തോത്രം. ആ ഒരു പകർച്ച സ്തോത്രം ഈ ഞായറാഴ്ച ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാ. ഈ ഞായറാഴ്ച വൈകുന്നേരം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതാ. അവിടെ നിന്ന് ഈ ദൂരം വരെ നീ വന്നത് ആമേൻ വെറും കൈയോടെ മടങ്ങുവാനല്ല, നീ പ്രാപിച്ചവൻ യേശുവിൻ നാമത്തിൽ നീ പ്രാപിച്ചവളായി കടന്നു പോകുവാനാ, നീ പ്രാപിച്ചവളായി മടങ്ങുവാനാ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അസാധാരണമായ ഒരു അഭിഷേകം വിട്ടുകൊടുക്കുക. ശരീരത്തെ വിട്ടുകൊടുക്കുക, അധരങ്ങളെ വിട്ടുകൊടുക്കുക. വായ് തുറന്ന് അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങുക. നിന്റെ നാവിന്മേൽ അന്യഭാഷയെ കർത്താവ് തരും. യേശുവിൻ നാമത്തിൽ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങുക. അപ്പന് നിന്നോട് സംസാരിക്കണം. മലമുകളിൽ മോശയോട് സംസാരിച്ച കർത്താവിന് നിന്നോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ വിട്ടുകൊടുത്ത് ആരാധിക്കുക. നിന്നിലൂടെ കുടുംബങ്ങൾ പിടിക്കപ്പെടും, നിന്നിലൂടെ പട്ടണങ്ങൾ പിടിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ, നന്ദി അപ്പാ, നന്ദി കർത്താവേ. സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ. ചില മുമ്പന്മാരെ പിന്നിലാക്കിയിട്ട് പുറകെ നിന്ന് ചിലർ മുമ്പേ ഓടിക്കേറാൻ പോകും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. മുമ്പേ ഓടുന്ന ചിലതിനെ പിൻപിലാക്കി പിന്നിൽ നിന്ന് അശക്തരുടെ ഒരു കൂട്ടം യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. Hallelujah. Thank you Lord. Thank you Jesus. Hallelujah. കുതിരക്കാലുകളെ ഓടിത്തോൽപ്പിക്കുവാൻ, രഥചക്രങ്ങളെ ഓടിത്തോൽപ്പിക്കുവാൻ ഏലിയാവിന്റെ കാലുകൾക്ക് ബലം പകർന്നവൻ ഇന്ന് പകലിലും നിന്റെ മേൽ അഭിഷേകത്തെ പകരുക. സ്തോത്രം. ബലവാന്മാരെ ഓടിത്തോൽപ്പിക്കുവാൻ മുമ്പേ ഓടിയ അധികാരമുള്ള പേരുള്ള ആളും പേരുമുള്ള പ്രശസ്തരെ ഓടിത്തോൽപ്പിക്കുവാൻ മുമ്പേ ഓടിയ ഒത്തിരി പേരെ ഓടിത്തോൽപ്പിക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തി യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഈ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്നത് ആമേൻ ഹല്ലേലൂയ ഓടിത്തോൽപ്പിക്കേണ്ടതുണ്ട്. ആമേൻ. മുമ്പേ ഓടുന്നവ ഇനി പിന്തിരിഞ്ഞു നോക്കിയല്ല നിന്നെ കാണുവാൻ പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. മുൻപേ ഓടുന്നവ ഇനി നിന്റെ ശബ്ദം കേട്ടല്ല നിന്നെ കാണുവാൻ പോകുന്നത്. ആമേൻ. അവർക്ക് മുൻപേ ഓടുന്ന നിന്നെ കാണുവാൻ പോകുക. മുൻപന്മാർക്ക് മുൻപേ ഓടുന്ന, ശക്തന്മാർക്ക് മുൻപേ ഓടുന്ന, പെരുമയുമുള്ളവർക്ക് മുൻപേ ഓടുന്ന ദൂത് തിരിച്ചറിഞ്ഞവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൂത് തിരിച്ചറിഞ്ഞവർ ദൈവത്തെ സ്തുതിക്കുക. ദൂത് തിരിച്ചറിഞ്ഞവർ ആരാധിക്കുക. സാഹചര്യം നോക്കാതെ ആരാധിക്കുക, അവസ്ഥ നോക്കാതെ ആരാധിക്കുക. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വൈകുന്നേരം നിനക്ക് വേണ്ടിയാ. ആമേൻ ഹല്ലേലൂയ. പൗലോസേ ഈ വൈകുന്നേരം നിനക്ക് വേണ്ടിയാ. ഷീലാസേ ഈ വൈകുന്നേരം നിനക്ക് വേണ്ടിയാ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷകളിൽ ആദരങ്ങളെ തുറന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കുക.
അന്യഭാഷകളിൽ ആരാധിക്കുക യേശുവിൻ നാമത്തിൽ. രാധിയ ശഖാരധരെ ശന്ധാരകന ധീബരബൗഡ ശന്ധോരകന ഹുഡബാരിത്തെ ബൗഡ ശന്ദ രഥാരാധ ശന്ധാരകന ധീബരബൗഡ ശന്ധോരകന യേശുവിൻ നാമത്തിൽ വിട്ടുകൊടുത്ത് ആരാധിക്കുക, വിട്ടുകൊടുത്ത് ആരാധിക്കുക. നാവിന്മേൽ ഓ ഹൃദാന ശഖാരധരെ പുതിയ ഭാഷ, പുതിയ ഭാഷ. നിന്റെ കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ പുതിയ ഭാഷ, പുതിയ ഭാഷ. നീ അപ്പനോട് സംസാരിക്കുവാൻ പോകുക. നീ അപ്പനോട് സംസാരിച്ചു തുടങ്ങിയ നിന്റെ നാവിനെ വിട്ടുകൊടുക്കുക, നിന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റീദാരാധന ശഖാരധന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം. നമ്മുടെ ദൈവം എത്ര വലിയവനാ. തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വൈകുന്നേരം ഒരുക്കിയ ദൈവം. ഹല്ലേലൂയ. പട്ടണങ്ങളെ പിടിക്കുവാനുള്ള അഭിഷേകത്തെ, അധികാരത്തെ പകർന്ന ദൈവം. ആരും മൗനമായിരിക്കരുത്. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ അവനൊരു ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. സ്വർഗം അസൂയപ്പെടും വിധത്തിൽ, സാറാഫുകൾ ഓ സ്തോത്രം ലജ്ജിക്കും വിധത്തിൽ ഒരു ആരാധന. ആമേൻ. ഹല്ലേലൂയ. നീണ്ട വർഷങ്ങളായി സ്വർഗം കാണുന്ന ആരാധനയല്ല, നീണ്ട വർഷങ്ങളായി ആലയത്തിനകത്തു നിന്ന് ഉയരുന്ന ആരാധനയല്ല. ഇന്ന് സ്തോത്രം എന്റെ ദൈവം പ്രതീക്ഷിക്കുന്ന ഓ സ്തോത്രം സ്വർഗം നോക്കുന്ന ഒരു ആരാധനയുണ്ട്. നീ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് ഇളകും. ആമേൻ. ഹല്ലേലൂയ. നീ പുറത്തു വരരുതെന്ന്, നീ പുറത്തു വരരുതെന്ന് നീ പുറത്തു വരരുതെന്ന്, നീ പുറത്തു വരരുതെന്ന് കെട്ടി ഉയർത്തിയ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില മുൻപന്മാരെ പിൻപിലാക്കി, ചില മുൻപന്മാരെ പിൻപിലാക്കി, ചില മുൻപന്മാരെ പിൻപിലാക്കി. ചിലർ ഓ രാധാന ശഖാരധരെ ശന്ധാരകന ദീപൽ ബൗഡ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുള്ള പകൽ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Thank you Lord. Thank you Jesus. Thank you Holy Spirit. യേശുവിൻ നാമത്തിൽ. Thank you Lord. സിയോൻ സൈന്യമേ ഉണർന്നിടുവേ, പൊരുതു നീ ജയമെടുക്കു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവേ, പൊരുതു നീ ജയമെടുക്കു വിരുദു പ്രാപിക്കാം. ഭവനങ്ങളുടെ വാതിലുകൾ സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടരോട് എതിർത്തു നിന്നു വിജയം നേടുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടരോട് എതിർത്തു നിന്നു വിജയം നേടുക. ആമേൻ. കേൾക്കാരാ സൻകാഹളധ്വനി നപ്പോകാരാ ഈ പാർസ്ഥലം വിട്ട് നിത്യാനിത്യായുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോന് കഷ്ടം സഹിച്ചു. നിത്യാനിത്യായുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോന് കേൾക്കാരാ കർത്താവിനധ്വനി നപ്പോകാരാ ഈ പാർസ്ഥലം വിട്ട് തേജസ്സേറുമ്പുരെ. ആമേൻ. കേൾക്കാരാ കർത്താവിനധ്വനി നപ്പോകാരാ ഈ പാർസ്ഥലം വിട്ട് തേജസ്സേറുമ്പുരെ. ആനന്ദമേ നിത്യാനന്ദമേ, മകനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, മകനോട് വാഴും കാലം എത്രയാനന്ദം. കേൾക്കാരാ സൻകാഹളധ്വനി നപ്പോകാരാ ഈ പാർസ്ഥലം വിട്ട് തേജസ്സേറുമ്പുരെ. ആമേൻ. കേൾക്കാരാ സൻകാഹളധ്വനി നപ്പോകാരാ ഈ പാർസ്ഥലം വിട്ട്
പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ. ചെന്നു കാണുവാൻ എൻ പ്രിയൻ വന്നുവോ. ആമേൻ കേൾക്കാറാം തൻകാഹളധ്വനി നാം പോകാറാം ഈ പാത്രം വിട്ടാ വേദാശേരോപുരേ. ആമേൻ കേൾക്കാറാം തൻകാഹളധ്വനി നാം പോകാറാം ഈ പാത്രം വിട്ടാ വേദാശേരോപുരേ. ആമേൻ കേൾക്കാറാം വേദീന ശബ്ദരേ വൈഡാന ദീവാരേ ചുടരേര ശബ്ദരേ റിവാരം ദ ശൈഡരേ രേ ഓ ശബ്ദരേ രേ ദിരദീന ശബ്ദരാ വൈഡാന രേ രേ റിവരേര ശബ്ദരാ ചുടവരേര ശബ്ദേ റിവാന ഓ കേൾക്കാറാ കൻകാഹളധ്വനി നാപോകാറാ ഈ പാത്രം വിട്ടാ വേദാശേരോപുരേ. ഓ കേൾക്കാറാ ചുടരേര ശബ്ദരേ വൈഡാന ദീവരരാ ചുടരേര ഗലന്തരേ വൈഡാന ശബ്ദരി വരരാ ചുടവര ദീവ ശബ്ദാരി ഗലരാ അത്തര ദീവര വംശാരി ഗലര ദീവര വംശര ചുടവര ദീവ ശബ്ദാരി ഗലരാ അത്തര ദീവ ശബ്ദരി ഗമര ചുടവര ദീവ വരി ഗമര വര വര ചുടവര ദീവ ശബ്ദാരി ഗമര അത്തര ദീവ ശബ്ദരി വര വംശര വൈഡാ അത്തുര ദീവ വരി ഗമര വര വര ചുടവര ദീവ ശബ്ദാരി ഗമര അത്തര ദീവ ശബ്ദരി ഗമര വൈഡാ അന്തര ദീവ ശൈഡാരി ഗമര ദീവല വംശര വൈഡ വരി ഗമര ദീവല വല വല പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ വലിയൊരു സാന്നിധ്യം ചുടവരക ശബ്ദനാരകൾ കരകസിയ ഓ അന്തരീവ വരി ഗമര വല വല ചുടവരീവ ശബ്ദാരകരെ അത്തുര ദീവ ശബ്ദാരി ഗമരി ഗമര ചുടവരീവ വരി ഗമര അന്തര ദീവ ശൈഡാരി ഗമര വല വല അത്തര വല ശബ്ദന അപരകടക ശബ്ദനാരകൾ കരകസിയ ദീവാനകൾ ശബ്ദനെ വൈഡവരകരകരകസി പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം ചുടവവവരി കാരക ശബ്ദന പിടിച്ചടക്കുവാൻ കഴിയാത്ത വലിയൊരു ആത്മാവിന്റെ പകർച്ചയിൽ മകളിൽ ഈ ഹാളിന്മേൽ വ്യാപരിക്കണേ. ചുടവവ രഥലകടക ശബ്ദന ചങ്ങലകളെ പൊട്ടിക്കുന്ന അഭിഷേകം ബന്ധനങ്ങളെ ആമേൻ അഴിക്കുന്ന അഭിഷേകം റമന ശബ്ദനെ റീഥാലകടക ശബ്ദന ചില പുതിയത് പ്രാപിക്കുന്ന അഭിഷേകം റഥലക ശിയാംധനെ വൈഡമന റിഖാലക ശിയാംധന വൈഡമനക ശിയാംധനെ അധുനകടക ശബ്ദനാരകൾ പ്രൗഢമന പ്രാപിച്ചാടെ നിന്റെ നാവിന്മേൽ ഒരു അധികാരത്തെ നിന്റെ ശുശ്രൂഷയുടെ കെട്ടപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് അവൻ അവസാനിച്ചു എന്ന് ലോകം പറഞ്ഞതിന്റെ ഇടയിൽ നിന്ന് നിന്റെ ഉപവാസം ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. ആ കുടുംബത്തിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പേർ ചൊല്ലി ഇന്ന് പകൽ അവൻ പുറത്തു കൊണ്ടുവരികയാണ്. പ്രാപിച്ചാടെ വായികളെ തുറന്ന് അതരങ്ങളെ തുറന്ന് അന്യഭാഷകളെ ചിലത് റിസീവ് ചെയ്താട്ടെ. നിന്റെ ശരീരം ഇപ്പോൾ മുതൽ അവനെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ചില പ്രവചനത്തിന്റെ കൃപകളെ ചൂടമന സിയാംധനെ ചില പ്രവചന ദൂതുകളെ ചില ദർശനങ്ങളെ വിവരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശുശ്രൂഷ ഇന്ന് മകനത് പ്രാപിച്ചാടെ. ചൂടബാബ റഥലക സിയാംധനെ റഗനഗടക ശബ്ദന അതനഗടക ശബ്ദന അരകൾ കടകസി വൈഡമന ദീപനഗടക ശബ്ദന അഥാനഗടകസി അത് റിസീവ് ചെയ്താട്ടെ. ഇന്ന് മകൻ ഈ വായുകൾ അടയ്ക്കരുത്. നിന്റെ അധരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ കൂടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ നാവിന്മേൽ പകരപ്പെടുന്ന അഭിഷേകം നീ കേട്ടുമടുത്തു. ആത്മീകമില്ലാത്തവളെന്ന് കഴിവില്ലാത്തവളെന്ന് കേട്ടുമടുത്തു. പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ അവൻ ഇന്ന് പകലിൽ തീയിൽ നിന്ന് വലിച്ചെടുത്തര് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തര് മോശ കുഞ്ഞിനെ പോലെ. ഓ റമന ശബ്ദനെ അഥനഘടക ശബ്ദനാരകൾ പ്രൗഢവന അഥനഘടക ശബ്ദനാരകൾ കടകസി അർത്ഥൽ പ്രൗഢവന. നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൈവസന്നിധിയിൽ മുട്ടുമടങ്ങുവാൻ ഉപവസിക്കുവാൻ കർത്താവ് നിന്നോട് സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ നീ ഇന്ന് പകൽ നിറഞ്ഞൊഴുകുന്നുണ്ട്. നിന്റെ വായിൽ നിന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അളവറ്റ സാന്നിധ്യം ചൂടമന ഹതനഘടകസിയ രഥലഘടക ശബ്ദനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ
Hallelujah. 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 Thank you, Lord. നന്ദി യേശുവേ. നല്ല യേശുവേ. പരിശുദ്ധാത്മാവിന്റെ പകൽ തൊടുന്നുണ്ട്. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. നന്ദി യേശുവേ. നന്ദി യേശുവേ. അങ്ങേക്ക് ആരാധന. Thank you, Jesus. Thank you, Jesus. നന്ദി യേശുവേ. നന്ദി യേശുവേ. Hallelujah.
അതരങ്ങളെ തുറന്ന് ചേർന്ന് പാടിയാൽ നന്ദി കർത്താവേ. ഒരുമിച്ച് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പകലിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. രാവിലെ മുതൽ ഈ സമയം വരെ അപ്പാ ഞങ്ങൾക്കൊരുക്കി തന്ന ശ്രേഷ്ഠകരമായ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. കാലുകളെ ശക്തിപ്പെടുത്തിയ കൃപയ്ക്കായി, ബന്ധനങ്ങളെ അഴിച്ച കൃപയ്ക്കായി, കെട്ടുകളെ പൊട്ടിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. പകരപ്പെട്ട അമിത ബലത്തോടെ കടന്നു പോകുവാൻ സ്വർഗം ഇവരെ അങ്ങ് സഹായിച്ചാട്ടെ കർത്താവ്. വാതിലുകൾ മുമ്പിൽ തുറന്ന് രാജ്യങ്ങളെ പട്ടണങ്ങളെ കീഴടക്കുന്ന അഭിഷേകത്തെ പകർന്ന കൃപയ്ക്കായി നന്ദി കർത്താവ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാപിച്ചതിൽ അധികം തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ദൈവസന്നിധിയിലിരുന്ന് പ്രാപിക്കുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ദിവസങ്ങൾ വേഗത്തിൽ കടന്നു വരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ പ്രാർത്ഥന യാചനം കേട്ട ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം ഇനി ഒരുമിച്ചായിരുന്ന് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതുവരേക്കും എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ, വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.